എല്ലാവർക്കും നമസ്കാരം. മറുനാടനിലെ ഓൺ എയർ എന്നൊരു പരിപാടി മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. കാരണം ഒരു പൊളിറ്റിക്കൽ സറ്റയറാണത്. പൊളിറ്റിക്കൽ സറ്റയർ വീഡിയോസാണ് അധികം അതിൽ കാണാറുള്ളത്. അതിൽ ശീതൾ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ ആകർഷണവും ഈ ശീതളാണെന്ന് പറയേണ്ടി വരും. കാരണം ആ കുട്ടിയുടെ അവതരണ ശൈലി അത്രയ്ക്ക് ഗംഭീരമാണ്. നമ്മൾ ഒരു തവണ അവരെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കയറി ചെന്ന് കാണുന്നുള്ളതാണ്. വളരെ രസകരമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളും അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരി അടക്കാൻ കഴിയില്ല, അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓട്ടൻതുള്ളൽ മാതൃകയിലൊക്കെ പാടി വളരെ രസകരമായി പല സംഭവങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയുടെ വീഡിയോസ് ഈ ഓൺ എയർ എന്നുള്ള പരിപാടി കാണാറുണ്ട്. അത് മാത്രമല്ല, ഈ കുട്ടിക്ക് ശീതളിസം എന്ന് പറഞ്ഞ ഒരു ചാനൽ കൂടിയുണ്ട്. അപ്പോൾ അതിലും ഈ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോസിൽ അധികവും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ഇടയ്ക്ക് കയറി കാണാറുണ്ട്. അപ്പോൾ ആ കുട്ടി ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ സോഷ്യൽ ശീതളിസം എന്ന് പറഞ്ഞ ചാനലിൽ. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഈ ഓൺ എയർ എന്ന് പറഞ്ഞ പരിപാടിയിലെ അതിൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ ഒരു വ്യക്തി എന്നാണ് ആ കുട്ടി പറഞ്ഞത്, ഒരു വ്യക്തി നിരന്തരമായിട്ട് കുറേ കാലങ്ങളായിട്ട് മോശം കമൻറ്റുകൾ ശീതളിനെ കുറിച്ച് ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കമൻറ്റുകളെല്ലാം അവർ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്കൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നും, ഛർദ്ദിക്കാൻ തോന്നും. അമ്മാതിരിയുള്ള വൃത്തികേടുകൾ നിറഞ്ഞ കമൻറ്റുകൾ. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ വളരെ മൈൽഡായിട്ടാണെങ്കിൽ പിന്നീട് അത് ഡോസ് കൂട്ടി ഇപ്പം സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തരത്തിലുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്കത് വായിക്കാൻ കഴിയില്ല. ആ കുട്ടി ഞാൻ വായിച്ച് തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അതിനൊരു അറപ്പും ഒരു എന്താ പറയുക, എങ്ങനെ വായിക്കും എന്നുള്ളൊരു ജാള്യതയൊക്കെ ഉള്ളതുകൊണ്ട് വായിച്ചില്ല. ഞാൻ വായിച്ച് തരണം, കാരണം എന്താണ്, ഈ സമൂഹത്തിൽ അറിയണം ഇവനൊക്കെ എന്താ എഴുതിയതെന്ന് പറഞ്ഞെങ്കിലും അതിനുണ്ടാവില്ല ഒരു ജാള്യത. നമുക്കത് വായിക്കാൻ പോലും അറപ്പുള്ള വാക്കുകളാകുമ്പോൾ. ഇതിന് താഴെ ഈ വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ബോഡിയെ വർണ്ണിച്ചുകൊണ്ടാണ്. ശരീരഭാഗങ്ങളെ ഓരോ പാർട്സുകളെ കുറിച്ചും വർണ്ണിച്ചിട്ട് അവൻ എന്തൊക്കെ ചെയ്തു, അവന് അതിൽ നിന്ന് എന്ത് സുഖം ലഭിച്ചു എന്നുള്ളതൊക്കെയാണ് അവൻ എഴുതുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പരിചയമില്ലാത്ത ഈ വീഡിയോയിലൂടെ മാത്രം കാണുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് അവൻ എത്ര തരം താഴ്ന്ന രീതിയിലാണ് ചിന്തിക്കുകയും പറയുകയും എഴുതുകയും ചെയ്യുന്നത്. അവൻ്റെ വീട്ടിലും സ്ത്രീകളുണ്ടാവില്ലേ, അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കുട്ടി ഇത് കുറേ ആയപ്പോൾ മടുത്തു. കാരണം അവർ ചിന്തിക്കുന്നതോടെ ചിലപ്പോൾ കാര്യം ഉണ്ടാവാം. ഇത് ഈ പറഞ്ഞ പോലെ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയത്തോടുള്ള എതിർപ്പ് കൊണ്ട് ഇവരെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ബോധപൂർവം ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഏതോ മുഴുത്ത കാമഭ്രാന്തനായിരിക്കാം. അവനെ തന്നെ അടക്കാൻ കഴിയാത്തത് കൊണ്ട് അവനത് എവിടേക്കോ കൊണ്ടുപോയി തീർക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തീർക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. രണ്ടായാലും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അപമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ 10,000-3,000 പേര് കമൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് അവൻ ഇത്രയധികം വൃത്തികേടുകൾ, ഒരു അറപ്പും ഒരു ലജ്ജയില്ലാതെ എഴുതി വയ്ക്കുന്നത്. അത് കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖം ആരും കാണുന്നില്ല. ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ഇവരിത് അയക്കുന്നത്. അപ്പോൾ ഈ സിമ്മിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഇവർ കണ്ടുപിടിച്ചു, പരാതി കൊടുത്തു, അത് കണ്ടുപിടിച്ചത് കൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ അത് ആരുടെയെങ്കിലും പേരിലെടുത്തൊരു സിമ്മായിരിക്കും. ഇവൻ്റെ യഥാർത്ഥ പേരോ അഡ്രസ്സോ ഒന്നും ആയിരിക്കില്ല, അത് വേറെ ആരെങ്കിലും പേരിലെടുത്തതായിരിക്കും. അപ്പോൾ ആ പറയുന്ന ആൾ ചിലപ്പോൾ നിരപരാധിയായിരിക്കും, ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാൽ ആർക്കും എന്തും പറയാം എന്നുള്ളൊരു നില വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നല്ല. അത് തന്നെയാണ് ശീതളും പറയുന്നത്. കംപ്ലൈൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എത്ര അധികം കമൻറ്റുകളാണ് ഈ യൂട്യൂബിൽ വരുന്നത്, അവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം യൂട്യൂബ് പോളിസി അനുസരിച്ച് മോശം കമൻറ്റുകൾ ഇടാൻ പാടില്ല എന്നാണ്, അവർക്കെതിരെ നിയമ നടപടി വരുന്നതാണ്. പക്ഷേ ആയിരക്കണക്കിന് കമൻറ്റുകൾ വരുമ്പോൾ അവർ എത്രയെന്ന് പറഞ്ഞാണ് ഇതിന് തടയിടാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ അന്വേഷിച്ച് പിടിച്ച് വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം നമുക്കറിയാം, ഒരുപാട് സോഷ്യൽ മീഡിയ താരങ്ങളും സീരിയൽ നടികളും സിനിമാ നടികളും ഒക്കെ ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത് വരെ നമ്മുടെ നടി പ്രവീണ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, എത്രയോ കാലമായിട്ട് ഞാനും എൻ്റെ കുടുംബവും മാനസികമായിട്ട് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യകാലങ്ങൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചു. അത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. അവസാനം അവനെ പിടിച്ചു കുറേ നാൾ അവൻ ജയിലിൽ കിടന്ന് തിരിച്ചിറങ്ങിയ ശേഷം മോളുടെ ഫോട്ടോസാണ് അവൻ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ.
മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് സമൂഹത്തിൽ നാണം കെട്ടോണ്ടിരിക്കുകയാണ്. അത്ര വിഷമത്തോടുകൂടി എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, നോക്കി നിൽക്കേണ്ട അവസ്ഥയാണെന്ന് പ്രവീണ സങ്കടത്തോടുകൂടി. അപ്പൊ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിക്ക് നേരെ, ഒരു സ്ത്രീക്ക് നേരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള അപവാദങ്ങൾ പറയുന്നവരും മോശം കമന്റ് ഇടുന്നവരും ഒക്കെ മറഞ്ഞിരുന്ന് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അവരെ തടിയിടാൻ നമ്മുടെ മുന്നിൽ ഫലപ്രദമായ ഒരു മാർഗമില്ല. അപ്പൊ ഈ കുട്ടി പറയുന്നത് പിന്നെ ഇതിന് ഞാൻ എന്തായാലും പിന്നോട്ട് പോവില്ല, ഇവൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ, കുറെ സമയം എടുക്കുമായിരിക്കും, എന്നാലും വിരോധമല്ല, ഞാൻ ഇതിന്റെ പുറകെ പോകും. അത് തന്നെയാണ് വേണ്ടത്. കാരണം ഒരാൾ ഇതിന്റെ പുറകെ കൂടി ഏതവനാണെന്ന് ഇവന്റെ മുഖം അവന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ലോകത്തിനും മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. ഇവനാണ്, ഈ വൃത്തികെട്ടവനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളത് ഇവന്റെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. പിന്നെ വേറെ ഒരുത്തൻ ഈ തോതിൽ കമന്റ് ചെയ്യാനോ, ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അധിക്ഷേപിക്കാനോ, ഈ രീതിയിലുള്ള കമന്റ് ഇടാനോ ഒന്നും മടിക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടും, സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടും, പരിഹസിക്കപ്പെടും, എൻ്റെ വീട്ടുകാരെ മുന്നിൽ തല കുനിക്കേണ്ടി വരും എന്നുള്ളൊരു കുറഞ്ഞ ബോധമുള്ളവൻ, അല്ലെങ്കിൽ അത്രയ്ക്കും ബോധം കെട്ടവനായിരിക്കണം. കുറഞ്ഞ ബോധമുള്ളവൻ, കുറഞ്ഞൊരു നാണമുള്ളവൻ പിന്നെ ഇതിന് മുതിരില്ല. ഇതല്ല, ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല, ഞാൻ സേഫാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഇമ്മാതിരി അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കമന്റുകൾ എഴുതുന്നത്. ആ കമന്റുകളൊക്കെ വായിച്ചാൽ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും. അത്രയും വൃത്തികെട്ട തരംതാണ രീതിയിലുള്ള വാക്കുകളാണ് ഓരോന്നും. അപ്പൊ എത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായിരിക്കും ഇവന്റെ മുന്നിലൊക്കെ പെടുന്ന സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീഡിയോ കണ്ടിട്ട് അവൻ ഇത്രയധികം അവന്റെ കാമം തിളച്ചെങ്കിൽ അവന്റെ മുന്നിൽ പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയുള്ളവനെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരണം, പോലീസ് അതിന് മുന്നിട്ടിറങ്ങണം. കാരണം അവര് വിചാരിക്കുന്നത് ഇതൊക്കെ നിസ്സാര കേസല്ല, ഇത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിലും വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട്, കണ്ടെത്താനുണ്ട് എന്നുള്ളൊരു ധാരണയായിരിക്കും അവർക്ക്. പക്ഷെ ഇതാണ് നാളെ ഈ ആലുവ പീഡനം പോലുള്ള സംഭവങ്ങളിലേക്കൊക്കെ എത്തുന്നത്. കുഞ്ഞു കുട്ടികളിലേക്ക് വരെ നോട്ടം എത്തുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ഇവനൊന്നും സ്വയം അടക്കാൻ കഴിയാതെ വരുമ്പോൾ കൊച്ചു കുട്ടികളാണോ വൃദ്ധയാണോ എന്നൊന്നും നോക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ക്രൈം നടക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവനെ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ തന്നെ ഇവന്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് തിരിച്ചറിഞ്ഞിട്ട് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നാളെ നമുക്ക് വലിയൊരു ദുരന്തം ഒഴിവാക്കാനാവും. അല്ലെങ്കിൽ ഇവനൊന്നും അടക്കാൻ കഴിയാതെ ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വൃദ്ധരെയൊക്കെ അവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കും. അത് നമ്മൾ കണ്ട് അതിന്റെ പുറകെ ഓടി പിന്നെ കുറെ കരഞ്ഞ് നെഞ്ചിത്തടിച്ച് നിലവിളിച്ച് കുറെ ചാനലുകളും ഓടിക്കൂടി ചർച്ചകളും കാര്യങ്ങളുമായിട്ട് എന്താണ് കാര്യം? ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കറക്റ്റായിട്ട് പ്രതികരിക്കേണ്ടത്. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള പാത. ഇങ്ങനെയുള്ളവന്മാരാണ് ഈ സമൂഹത്തിന് ആപത്ത് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്തവൻ, ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടാൽ, ഫോട്ടോ കണ്ടാൽ അവനെ സ്വയം അടക്കാൻ കഴിയാത്തവൻ, അവനാണ് ഈ സമൂഹത്തിന് ആപത്ത്. അത് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ളവനെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരിക. അത് മാത്രമേ ഇതിനുള്ള പരിഹാരമുള്ളൂ. എന്തായാലും ശീതൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വീഡിയോയിൽ പറഞ്ഞത്. ഏത് ഞാൻ വിടില്ല ഒരിക്കലും. കാരണം ആ കുട്ടി അത്രയധികം മാനസികമായി വിഷമിച്ചിട്ടുണ്ടാവും. അതിനെ മാനസികമായി തളർത്താൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാവാനും മതി. എന്ത് തന്നെയായാലും സമൂഹ മധ്യത്തിലെ ഇങ്ങനെയൊക്കെ ഒരാളുടെ ശരീരവർണ്ണനം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം തന്നെ ഒരു അറപ്പ് തോന്നും. അപ്പൊ അതെന്തായാലും ഉണ്ടാവൂല ആർക്കും. നമ്മളൊന്നും മനസ്സാവാച അറിഞ്ഞതല്ലെങ്കിൽ കൂടി എപ്പോഴും തോന്നും. കാരണം നമ്മളെയാണല്ലോ ഈ പറയുന്നത്. മറ്റുള്ളവരാ കേൾക്കുമ്പോൾ എന്താണെന്നുള്ളൊരു തോന്നല് നമുക്കുണ്ടാവും. നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ കുടുംബക്കാരെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവും, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടി ഇങ്ങനെയുള്ളവർക്കെതിരെ ഉണ്ടാവണം. ആ കുട്ടി അത് വിടാതെ പിന്തുടർന്ന് അവനെ വെളിച്ചത്ത് കൊണ്ടുവരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം.